ഉത്സവപ്പറമ്പുകളിൽ ആളനക്കം കുറയുന്ന ഈ കാലത്തും ആഘോഷങ്ങൾ അവസാനിക്കുന്ന സി കേരളത്തിലെ ഇത് ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. റോക്ക് ആൻഡ് റോളിന്റെ ആവേശം പൂർണ്ണമാവുന്നത് നമ്മുടെ ടീമുകൾ വരുമ്പോഴാണ്. തീർച്ചയായിട്ടും ആ ടീമുകളിൽ ഏറ്റവും ആദ്യം വരുന്നു മധുര രാജ. പാപ്പാനും പിള്ളേരും സീറ്റുകളിലേക്ക്. ടീം മധുര രാജ, ഒരു കയ്യടി. ഒരു ചേരി വരുമ്പോ അടുത്ത ചേരിയും കൂടെ ഉണ്ടെങ്കിൽ ഒരു ബാലൻസ് കിട്ടും. അതെ, അങ്ങനെയാണെങ്കിൽ വിളിക്കാം. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെ പറയുന്നത് പോലെ തോൽവി അറിയാത്ത, പരാജയം എന്നറിയാത്ത ഒരു ടീം, ടീം ദേവാസുര. അലരെ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളം താ. അലരെ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളം താ. മിന്നലടിക്കും മേഘത്തിൽ മിന്നി മിനിങ്ങും ഗോവിന്ദ, സങ്കരഥത്തിൽ പാഞ്ഞെത്തി മംഗളമരുളും ഗോവിന്ദ. ഏ പോലോ പോലോ രാധേ പോ തിത്തിത്താരം തൊട്ടെന്ന നേരു നേരു നെഞ്ചിൽ തുള്ളാട്ടം. ഏ ഗോവിന്ദ. നമ്മൾ ഇത്ര വലിയ ബിൽഡപ്പ് കൊടുത്തേ പരാജയം അറിയാത്ത ടീം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോ ഗോവിന്ദ. അവരെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലാതെ ഗോവിന്ദ. നോക്കാം നമുക്ക്. എന്തായാലും ഏറ്റവും തുടക്കത്തിലെ അവരൊരു അംഗം കുറിച്ചിട്ടാണ് പോയിരിക്കുന്നത്. തോൽവി പരാജയത്തിന്റെ മുന്നോടിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ നിങ്ങൾ പോയിട്ടിരുന്നു? അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ഒറ്റക്കെട്ട. ടീം മധുര രാജ, ടീം ദേവാസുരം, രണ്ട് ടീമുകളും റെഡിയാണ്. അങ്ങേറ്റത്തും തുടങ്ങുകയാണെങ്കിൽ ദീപു നമസ്കാരം. നമസ്കാരം. സുഖല്ലേ? ഓ, സുഖമായിട്ടിരിക്കുന്നു. സുരാജേട്ടന് സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ഹർഷ, സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ മര്യാദക്കിരുന്നെങ്കിൽ തൂണാക്കി പിടിച്ചെടുത്താൻ സാധ്യതയുള്ള ഒരാളാണ്. ഇല്ല ഇല്ല ഇല്ല, അല്ല, ഇപ്പൊ ഭയങ്കര വർത്താനാ. അതെ, ചില സമയത്ത്. പക്ഷെ അത് ബ്രേക്ക് ടൈമിൽ മാത്രം. ബ്രേക്ക് ടൈമില് മാത്രം. ഇനി എന്തായാലും നമുക്ക് ഹൈറ്റിന് ഏറ്റവും കൂടുതൽ ഭയമില്ലാത്ത പെൺകുട്ടി നീനു. ആക്ഷൻ ഒന്നും ഒരു കുറവില്ല കേട്ടോ. ഇല്ല ഇല്ല ഇല്ല. നമ്മുടെ ടീമിലെ ഏറ്റവും ചെറിയ പെൺകുട്ടി, ഏറ്റവും ലൈറ്റ്. ഇനി കൂട്ടത്തിൽ ഏറ്റവും വെയിറ്റ് ഉള്ള ആളാണ് തക്കുടു ബാവ. തക്കുടു ബാവ. നോക്കിക്കണ്ടോ, കളിച്ചോ? സന്തോഷം സന്തോഷം. ഓക്കെ അല്ലേ? അടിപൊളി. റോക്ക് ആൻഡ് റോൾ കാണുന്ന പെൺകുട്ടികളുടെ മനസ്സിലെ ചുവന്ന പുഷ്പം ശ്രീജി. എനിക്ക് വയ്യ, സന്തോഷമായി എനിക്ക് ഭയങ്കരമായിട്ട്. ഇന്ന് പക്ഷെ നമ്മൾ കുറച്ച് പ്ലാനിംഗ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പുതിയ പ്ലാനിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞാൽ കിട്ടും എന്ന് ഉറപ്പിച്ച് കളിക്കും. കിട്ടും, നോക്കട്ടെ. എന്ന് വെച്ചാൽ സമയം ശരിയല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തും ചെയ്തിട്ട് കാര്യമില്ലെന്ന് പറയില്ലേ? അപ്പൊ അതേപോലത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ സമയം പെട്ടെന്ന് മാറാം. ഇപ്രാവശ്യം ജ്യോതിഷ പഠിച്ചു വന്നേക്കണം. സമയവും കാലം നോക്കിയിട്ട് ഗെയിമിന് ഇറങ്ങുള്ളൂ. അതാ പറയണേ. സമയം നല്ലതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, സമയം മോശമാണെങ്കിൽ സമയം മോശം. ഇപ്പൊ ഇടതടപ്പില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ് വരദ. വരട്ടെ. ഇപ്പൊ ജിഷിൻ അവിടെ സമാധാനമായിട്ടിരിക്കുന്നുണ്ട്. എന്റെ പൊന്നു മനുഷ്യ, ജിഷിന്റെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വരത ഉണ്ടായിരുന്നു. അല്ല, ഞാനിപ്പോ എന്താന്ന് പറയാ, ഇത്രയും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളിപ്പോ ജിഷിൻ മനസമാധാനമായിട്ട് വീട്ടിലിരിക്കുന്നുണ്ടാവുമല്ലോ എന്ന് സന്തോഷിച്ച് പറഞ്ഞു. അതേപോലെ വീട്ടിലിരിക്കുന്ന ഒരാളില്ലാത്തത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരാളെ വീട്ടിലിരുത്തി കൊണ്ടുവന്നത് കൊണ്ട് മാത്രം സമാധാനമായിട്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം അർജുന ഇപ്പൊ കളിയാക്കിയില്ലേ, ഭാര്യ ഇല്ലാത്തതുകൊണ്ട് സന്തോഷിച്ചിരിക്കുന്ന. സത്യത്തിൽ ഫുഡ് കഴിക്കാൻ വന്നപ്പോ അർജുൻ ഇന്നലെ സങ്കടമായിരുന്നു. അവളെ മിസ് ചെയ്യണടേ എന്നൊക്കെ എന്റെ എങ്ങനെ മിസ് ചെയ്യാനാ? എപ്പോഴും ഫോണിലാ. ഇവിടെ ബ്രേക്ക് കിട്ടിയ സക്കു ഹലോ ചക്രി വാവി. ഇനി പേരിന്റെ അറ്റത്തൊരു ചാനലിന്റെ പേരുള്ള സാജൻ സി. ഇനി തലയിൽ കുടുംബ കെട്ടി നിൽക്കുന്ന അശ്വതി. നമ്മുടെ ആസ്ഥാന ജിമ്മത്തിയാണ്. നമ്മുടെ ആസ്ഥാന ജിമ്മത്തി
ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ കൗണ്ടർ വിൽക്കാൻ വെച്ചേക്കുന്ന ആളാണ്. എല്ലാത്തിനും വില കുറവാണ്, പക്ഷെ എല്ലാം ചീഞ്ഞത്. എന്നെ മുളക് തേച്ച് വെച്ചിരിക്കരുത്, എപ്പോഴത്തെ എണ്ണയിലിടുമെന്ന് ആലോചിച്ചിരുന്നതാണ്. പക്ഷേ ഉണ്ടല്ലോ, അഖിലിന്റെ ഏറ്റവും വലിയ ഗുണമൊന്നുമല്ല, അഖിലിന്റെ കൂടെ ആരെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അവരെ മറ്റൊരാളെ ആക്കിയിട്ട് അഖിൽ വിട്ടുകൊടുക്കും. ഹരിത ഞാൻ അതിന് കൊണ്ടിരുത്തേക്കണം, വേറൊരു ഹരിതയാക്കാനാണ്. പുതിയ ഹരിതയാക്കി ഞാൻ അവരുടെ അടുത്തേക്ക് അതെ, വന്നിരുന്നപ്പോഴേ ഹരിതാപം ഉണ്ടാവുള്ളൂ. തിരിച്ചു പോകുമ്പോൾ മിക്കവർക്ക് കരിഞ്ഞിരിക്കും കേട്ടോ. ഞാൻ ഒരു പുതിയ ഹരിതയെ കൊടുക്കാന്ന് പറഞ്ഞ് അടുത്ത് വിളിച്ചോണ്ടിരിക്കുകയാണ്. കണ്ട നീ അടുത്ത് പിടിച്ചിരുത്തിയപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. അമ്മ അച്ഛാ നിങ്ങളുടെ മുമ്പ് അടിച്ചു പോയിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ച അതല്ല. ഞാനത് പുതിയ ഹരിത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മറ്റേ ഈ മണിച്ചിത്രത്താഴ് സിനിമ പറയില്ലേ, അയ്യോ പുതിയ ഹരിത ജൂനിയർ ഹരിത തരുമല്ലേ. നമ്മുടെ ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിന്റെ ആഘോഷങ്ങൾ പൂർണ്ണമാവണമെങ്കിൽ നമുക്കൊരു വിശിഷ്ട അതിഥി വേണം. തീർച്ചയായിട്ടും സാധാരണഗതിയിൽ നമ്മുടെ ഈ സീറ്റിലേക്ക് വരാറുള്ളത് ഒരു സിനിമാ താരമായിരിക്കും, അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ സ്റ്റാർ ആയിരിക്കും. പക്ഷേ ഈ കുറി നമ്മളൊരു മാറ്റി പിടിക്കുകയാണ്. തീർത്തും വ്യത്യസ്തയായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മുടെ റോക്ക് ആൻഡ് റോളിലേക്ക് അതിഥിയായിട്ട് വരുന്നത്. സ്വന്തം വ്യക്തിത്വം കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ സ്വന്തം പൊതുപ്രവർത്തനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ സാധാരണക്കാരുടെ മനസ്സിൽ ഒരുപാട് ആഴത്തിൽ വേരൂന്നിയ ഒരു വ്യക്തിത്വത്തിനുടമ, നല്ലൊരു കലാകാരി, പാർലമെന്റേറിയൻ, ആലത്തൂരിന്റെ പെങ്ങളൂട്ടി രമ്യ ഹരിദാസ് MP. ഹാർദമായ സ്വാഗതം. പായ വിരിച്ച് പായേലൊരു പറ നെല്ലു പൊലിച്ച് കാതുകുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാരു പൊന്നോ, കാതുകുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാരു പൊന്നോ. പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലി നേരത്ത് പരല് വെള്ളത്തിലോടണല്ല. താങ്ക് യു. എനിക്ക് വലിയ സന്തോഷമായി. കാരണം നമ്മളിങ്ങനെ ചാനലിലൊക്കെ കാണുകയും അതേപോലെ ഒരുപാട് ഷോയിലൂടെ കാണുന്ന ആളുകളെയൊക്കെ ഇങ്ങനെ നേരിട്ട് വന്ന് കാണാൻ സാധിക്കുകയും നിങ്ങളോടൊപ്പം പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും അതിയായ സന്തോഷം. ചെറിയൊരു പാട്ടുകാരിയാണെങ്കിലും നിങ്ങളോടൊപ്പം ഈ വേദിയിൽ വന്ന് നിൽക്കാൻ ഇത്തരമൊരു അവസരം ഈ ചാനലിൽ നൽകിയതിന് ഞാൻ ചാനലിനോട് കൂടി നന്ദി പറയാം. ഒരുപാട് കലാകാരന്മാർ ഇപ്പം സ്റ്റേജ് പെർഫോമർ ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതാ, ഒരുപാട് കലാകാരന്മാർ ഇപ്പോൾ കടുത്ത ദാരിദ്ര്യത്തിലുമാണ്. അതുപോലെ അവർക്ക് പ്രധാനമായിട്ടും ഒരു മനസ്സിന് സന്തോഷമില്ലാത്തത് ഈ വേദി ഇല്ലാഞ്ഞിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ ഇതെല്ലാം മാറിയിട്ട് നമുക്ക് എല്ലാവർക്കും വേദിയിൽ വരാൻ പറ്റട്ടെ എന്നൊരു നല്ല നാളേക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പരിപാടി തുടങ്ങാം. അത് മാത്രമല്ല, അങ്ങനെ നിൽക്കുന്ന കലാകാരന്മാരോട് എന്താണ് മാമിന് പറയാനുള്ളത് നമ്മുടെ ഒരു ഇങ്ങനത്തെ ഒരു പൊതുവേദിയിൽ?
ഞാനൊക്കെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ വേദിയിൽ ഒരു നൃത്തം അവതരിപ്പിക്കുകയാണെങ്കിലും ഒരു പാട്ട് അവതരിപ്പിക്കുകയാണെങ്കിലും ഒരുപാട് പ്രതിസന്ധിയിലൂടെ, അത്ര കാശും സാമ്പത്തികമായിട്ടൊന്നും ഉള്ള ചുറ്റുപാടായിരുന്നില്ല. പക്ഷെ എന്നാലും അമ്മയൊക്കെ കടം മേടിച്ചിട്ട് നമ്മളെ സ്റ്റേജിൽ പരിപാടിക്ക് കൊണ്ടുപോയി. പക്ഷെ അത് കടമായിട്ട് അവിടെ ഇരിക്കും. പക്ഷെ ഇതിനകത്ത് നിന്ന് അവസാനം കിട്ടുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഇതൊരു വേദിയിൽ അവതരിപ്പിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു മാനസികമായിരിക്കുന്ന ഒരു സംതൃപ്തിയാണ്. ഈ ഒരു കോവിഡിന്റെ പ്രതിസന്ധി എളുപ്പത്തിൽ തന്നെ മാറിയിട്ട് ഏതൊരു കലാകാരനും അവനവന്റെ പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എളുപ്പം എത്തുവാൻ സാധിക്കട്ടെ എന്ന്. അപ്പോ ഇനി നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ആ ചെയർ മാമിനുള്ളതാണ്, അങ്ങോട്ടേക്ക് ഇരിക്കാം. താങ്ക് യു. പോലെ പോരുതേ. നമസ്കാരം. 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 എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു നിമിഷത്തിലാണ് ഞാനിപ്പോൾ. കാരണം രമ്യ ഹരിദാസ് എന്ന് പറയുന്ന മാഡം MP ആണ്. ഞങ്ങൾ രണ്ടും ഒരേ കാറ്റഗറിയിലെ ആൾക്കാരാണ്. ശരി, 2 MP മാരുടെ മുമ്പിലാണ് ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ എങ്ങനെ MP ആം? ഇത് ആരാണ് നിങ്ങള്? എന്നെ അറിയില്ലേ? ഇല്ല. ഞാൻ ഉല്ലാസ് പന്തളം. ഞാനും MP ആണല്ലോ. എവിടത്തെ? മെമ്പർ ഓഫ് പഞ്ചായത്തിലേക്ക് മത്സരിച്ചു, പക്ഷെ തോറ്റുപോയി. ഞാൻ തോറ്റ MP, ഇത് ജയിച്ച MP. അങ്ങനെ. ഇത് മെമ്പർ ഓഫ് പാർലമെന്റ്, ഞാൻ മെമ്പർ ഓഫ് പഞ്ചായത്തിലേക്ക് മത്സരിച്ചു, പക്ഷേ തോറ്റുപോയി. അങ്ങനെ. ജയിച്ചിരുന്നെങ്കിലോ ഞാനും MP ആയിരുന്നു. അതെ. പക്ഷെ ഞാനൊരു സന്തോഷമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ രണ്ടുപേരും MP ആണെങ്കിലും എനിക്ക് ഏറ്റവും വളരെ സന്തോഷം തരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കലാകാരന്മാരും കലാകാരികളുമാണ്. ഓ, ചേട്ടൻ കലാകാരനാണോ? ദൈവമേ, നമുക്ക് പിന്നെ രാഷ്ട്രീയത്തില് MP ആകണമെന്നുണ്ടെങ്കിൽ ജനപതി തേടണം. അതിന് വോട്ടിംഗ് ആണ് അതിന്റെ ഒരു അല്ലേ. അതെ അതെ. കലാകാരനെ അംഗീകരിക്കുക എന്നുള്ളത് പറഞ്ഞാൽ ജനങ്ങൾ ഒന്നടങ്കം നൽകുന്ന ഒരു സ്നേഹമാണ്. അതിനാണ് എന്നെ ആ ചോദ്യം ചെയ്തത്. മനസ്സിലായില്ലേ? ശരി, അത് ജനം തീരുമാനിക്കട്ടെ. എന്തായാലും അത് വിട്ട് കളയാം. ആയിക്കോട്ടെ, എന്നാ പിന്നെ അങ്ങനെ ആവാം. നമുക്കിപ്പോ ശരിക്കുള്ള മെമ്പർ ഓഫ് പാർലമെന്റിനെ അങ്ങോട്ട് ഇരുത്താലോ? ഒരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞ കേട്ടോ. ഉല്ലാസേട്ടാ, MP കലാകാരാ, ചെന്ന് ഇരിക്കേ. അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ സെറ്റ് ആയി കഴിഞ്ഞു. എല്ലാ സീറ്റുകളും നിരന്ന് ഫില്ലായി കഴിഞ്ഞു. അവിടെയാണെങ്കിൽ നമുക്ക് ഏറ്റവും വിശിഷ്ട ഒരു അതിഥിയെയും കിട്ടി കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് നേരെ മത്സരത്തിലേക്ക് കടക്കാം. ആരോ കല്യാണം വിളിക്കാൻ വന്നു. മറ്റേ ആട്ടിൻകുട്ടി. ആട്ടുകുട്ടിയോ? അമ്മുവിന്റെ ആട്ടുകുട്ടി പഴയ സിനിമയല്ലേ? അല്ല, ഈ അവിടെ മറ്റേ സെക്യൂരിറ്റി ഇല്ലേ, ആ ചേട്ടൻ പറഞ്ഞ് ഇവിടെ ആട്ടിൻകുട്ടിയും പൂച്ചക്കുട്ടിയും ഉണ്ട്, ഈ പേപ്പർ കൊടുത്താൽ മതിയെന്ന്. ആട്ടിൻകുട്ടിയും പൂച്ചക്കുട്ടിയോ? മാത്തുക്കുട്ടി ഉണ്ട്. മാത്തുക്കുട്ടി. ആ, അതായിരിക്കും. മാത്തുക്കുട്ടി ഇതാണോ? ഞാൻ ആട്ടിൻകുട്ടിയൊന്നുമല്ല. അല്ല, ചിലപ്പോ പുള്ളി മാസ്ക് വെച്ച് പറഞ്ഞോണ്ട് എനിക്ക് മനസ്സിലാവാത്തതായിരിക്കും. മാത്തുക്കുട്ടി. മാത്തുക്കുട്ടി. ഓ, അതാണോ? ഇതോ? കല്ലു. അതെ, ഇത് ഇവിടെ എനിക്ക് കേറാനുള്ള കടലാസാ. ഇവിടെ 25 പേരെ കടലാസിലാണോ കയറുന്നത്? അതല്ല ചേട്ടാ, ഇവിടെ കേറണമെങ്കിലേ ഏതാണ്ട് ഒരു ഓർഡർ വേണം. 25 പേരെ പാടുള്ളൂ. 25ാമത്തെ പേര് എന്റേതാ. കണ്ട? എന്താ പേര്? പുഷ്പലത. എന്താ കുഴപ്പം? ഇവിടെ നമ്മുടെ MP വന്നിട്ടുണ്ടോ? MP വന്നിട്ടുണ്ട്. MP കാണാനാ. MP കാണുന്നതിനാ? എനിക്ക് കാണേണ്ട കാര്യമുണ്ടെന്നേ. ആണോ? ഒന്ന് വിളിക്കാവോ? MP കാണാനല്ലേ? അവിടെ കണ്ടോ? സാമൂഹ്യ അകലം പാലിച്ചിട്ട് ഇവിടെ തന്നെ നിന്ന് കണ്ടാ മതി. എന്നാ ഒന്ന് ഇങ്ങോട്ട് വിളിക്കാവോ? ഇല്ല, കണ്ടില്ലേ, തിരിച്ചു നോക്കോനെ. മേഡം നമസ്കാരം. നമസ്കാരം. ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കാണാൻ, പക്ഷെ അവിടെ തിരക്കായിരുന്നു. പിന്നെ പാർട്ടി ഓഫീസിൽ പോയി, അവിടെയും തിരക്ക്. പിന്നെ മാഡം പങ്കെടുക്കുന്ന ഒരു ജാഥ ഉണ്ടെന്ന് അറിഞ്ഞ് ജാഥയിലും ഞാൻ പങ്കെടുത്ത് കാണാൻ വേണ്ടിയിട്ടേ. മുദ്രാവാക്യം വിളിച്ച് മുമ്പിൽ വന്നപ്പോഴത്തേക്കും മേഡം അങ്ങ് കാറിൽ കയറി പോവുകയും ചെയ്ത് കാണാനും പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ അന്വേഷിച്ച് പറഞ്ഞ് അങ്ങ് ഡൽഹി പോയെന്ന്. പിന്നെ ഞാൻ ട്രെയിൻ കയറി വരാമെന്ന് വിചാരിച്ച എനിക്ക് ഈ കാറ്റടിച്ച അപ്പൊ ഛർദിക്കും. അതാ ഞാൻ പിന്നെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പം ഈ കടലാസൊക്കെ മേടിച്ച് വന്നതേ. ശരി, എന്താ വന്നതെന്താണ്? എന്റെ പേര് പുഷ്പലത. ബ്രോക്കർ പുഷ്പ എന്ന് വിളിക്കും. ഓക്കെ. ബ്രോക്കർ പണിയാണോ? ബ്രോക്കർ പണി അങ്ങനെയൊന്നും ഇല്ല. എന്താ വെച്ചാലേ, നമ്മുടെ പരിചയത്തിലുള്ള പിള്ളേരെയൊക്കെ കല്യാണം കഴിപ്പിച്ച് വിടുക, അത് സന്തോഷമുള്ള ഒരു കാര്യല്ലേ. അങ്ങനെ കമ്മീഷന് വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ. ഞാനങ്ങനെ കമ്മീഷൻ മേടിക്കുന്ന ആളൊന്നും അല്ല. കമ്മീഷൻ വാങ്ങിച്ചിട്ടില്ലേ? കമ്മീഷൻ വാങ്ങാറില്ല. അങ്ങനെ ആരെങ്കിലും സന്തോഷത്തിൽ, ചിലപ്പോ കല്യാണം നടന്ന സന്തോഷത്തിലും എല്ലാം 50,000 25,000 ഒക്കെ തന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് മേടിക്കും.
രണ്ട് ഹൃദയങ്ങളെ തമ്മിൽ ഒരുമിച്ച് ചേർക്കുന്ന അപൂർവമായിട്ടുള്ള ഒരു അവസരം. അത് അതെ, എങ്ങനെയാന്ന് വിചാരിച്ചിട്ടുണ്ട്? അത്രേ ഉള്ളൂ. അപ്പൊ സന്തോഷത്തിൽ തരുമ്പോ നമ്മൾ എങ്ങനെ മേടിക്കാതിരിക്കുന്നത്? അത് ശരിയാണ്, അത് ശരി. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നേ എന്താന്ന് വെച്ചാലേ, പറഞ്ഞോളൂ, എന്താ കാര്യം? മേഡം കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഇല്ല. അപ്പൊ കല്യാണം കഴിക്കണ്ടേ? പിന്നെന്താ, വേണ്ടേ? ആലോചിക്കാലോ. ആലോചിക്കണം. ഞാൻ തന്നെ മുൻകൈ എടുത്ത് എന്താ വെച്ചാല്, ഇപ്പം മേഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഒരാളെ പോലെ, അതെ അതെ. അന്യനൊന്നും അല്ല. ഞങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയാ, സ്വന്തം വീട്ടിലെ കുട്ടി. അപ്പൊ കല്യാണം കഴിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാ? ആ, നമുക്കല്ലേ? ബ്രോക്കർക്ക്. ആ, എന്താ അങ്ങനെ പറയണേ? ഈ പുഷ്പേച്ചിക്ക് അതെ, അതെ, പുഷ്പേച്ചി എന്ന് വിളിച്ചാൽ മതി. അതെ, അതെ, എനിക്ക് അതാ പുഷ്പേച്ചി. ഇഷ്ടം. അപ്പൊ കല്യാണം കഴിക്കുന്നോണ്ട് വിരോധമൊന്നും ഇല്ലല്ലോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ല. പിന്നെ പ്രേമം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എന്നോട് പറഞ്ഞേക്കണം. നടത്തി തരും. നടത്തി തരും. അത് അപ്പൊ പിന്നെ എങ്ങനെയാ ബ്രോക്കർ അത് ഫീസ് കിട്ടുന്നത്? പ്രേമിക്കുന്ന ആള് തളർന്നു കിടക്കണോ നടത്തിച്ചു കൊടുക്കാൻ? ഈ ചേട്ടൻ ഇത് എന്താ? ഞാൻ ഈ കല്യാണം എങ്ങനെയും ഒന്ന് നടത്തിക്കോട്ടെന്ന്. പിന്നെ അത് തന്നെ പറയുന്നു. ഇത് ഞാൻ പറഞ്ഞ മേഡത്തിന്റെ അടുത്ത് പോവാനും ഇവര് സമ്മതിക്കത്തില്ല. എനിക്കൊന്ന് രഹസ്യം പറയാനും പറ്റത്തില്ല. ഇവര് ഇത് ഞാൻ ഇതൊന്നും നടത്തിക്കോട്ടെന്ന്. മാത്തൂനും കല്ലൂനും ഒന്നും ഇത്ര കാലമായിട്ട് എന്നെ ഒന്നും കെട്ടിക്കണമെന്ന് തോന്നിയിട്ടില്ല. പുഷ്പ ചേച്ചിക്കെങ്കിലും തോന്നിയിട്ട് വന്നതാണ്. അവര് അതൊന്ന് ശ്രമിക്കട്ടെ. ആ, പറയൂ. വിളി കേട്ടോ, പുഷ്പ ചേച്ചിന്ന്. അതാ ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം. കൊച്ചു പോലും വിളിച്ചില്ല. വിളിക്കത്തില്ല. അപ്പൊ ദേ ഏത് ടൈപ്പ് ചെറുക്കം വേണോന്ന് പറഞ്ഞാൽ മതി. രാഷ്ട്രീയം വേണമെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം. ഏതൊക്കെ തരത്തിലുള്ള ആളുകൾ നിങ്ങളെ കസ്റ്റഡിയിലുണ്ട്? വാർഡ് മെമ്പർ, MLA, MP, വേണമെങ്കിൽ പ്രധാനമന്ത്രി വരെ കല്യാണം കഴിക്കാത്ത നല്ല ചുളു 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 എന്നുള്ള ചെറുക്കന്മാരുടെ പ്രധാനമന്ത്രിയുടെ കാര്യമാണോ പറയുന്നത്? ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ കാര്യം നമുക്ക് മാത്രമല്ലല്ലോ പ്രധാനമന്ത്രി. ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, എല്ലാ രാജ്യത്തും അല്ലേ പ്രധാനമന്ത്രി. എവിടെല്ലാ സ്ഥലത്തുണ്ട് കല്യാണം കഴിക്കാത്ത പ്രധാനമന്ത്രി. ആരും ഞാൻ അറേഞ്ച് ചെയ്ത് തരും. പക്ഷെ പഴയ അങ്കമാലിയിലെ പ്രധാനമന്ത്രി അല്ലല്ലോ. എന്റെ മോളോട് ഞാനത് ചെയ്യോ? ഇല്ല ഇല്ല ഇല്ല. പുഷ്പ ചേച്ചിനെ എല്ലാവർക്കും വിശ്വാസം, എനിക്കും വിശ്വാസം. അത്രേ ഉള്ളൂ. ഇനി ഇപ്പൊ വേണേ സിനിമയെന്ന് വേണേ അങ്ങനെ ആലോചിക്കാം. ആരൊക്കെ ഉണ്ട് ഇപ്പൊ കസ്റ്റഡിയിൽ? ഉണ്ണി മുകുന്ദൻ തൊട്ട് സുനിൽ സുഗത വരെ നേർന്ന് നിൽക്കാം. ഓ, ആരുണ്ട് അടുത്ത് ഇനി ഏതൊക്കെ മേഖലയിലുള്ള ആളുകൾ? പാട്ടുകാരിയും കൂടെ ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് സംഗീത വിഭാഗത്തിൽ നിന്ന് ആലോചിക്കാം. മ്യൂസിക് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവരോ, ഇനി വേണ്ട പാടുന്നവരോ നമുക്ക് ആലോചിക്കാം. മോൾ സങ്കല്പം തന്നെ, പുരുഷ സങ്കല്പം. ഏകദേശം ഒരു അമിതാഭ് ബച്ചനെ പോലെയുള്ള ഹൈറ്റ്. പിന്നെ ലൂസിഫർ സിനിമയിൽ ലാലേട്ടന്റെ കയ്യിൽ തോക്കൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരാള്. അങ്ങനത്തെ ആളെയാണ് വേണ്ടത്. ഇതൊന്നും കിട്ടിയില്ലേലും കുഴപ്പമില്ല. തൽക്കാലം മാത്തൂനെയോ കല്ലൂനെയോ ഒക്കെ പോലെയുള്ള വല്ലവരും നല്ല സ്നേഹമുള്ള ആരെങ്കിലും കിട്ടിയാലും മതി. അയ്യോ, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നല്ല സ്വഭാവ ഗുണമുള്ള ചെറുക്കന്മാരെ ഞാൻ കെട്ടിച്ചു തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ അന്വേഷിച്ച് നല്ല കുടുംബത്തിൽ പറഞ്ഞവന്മാരെ മാത്രമേ ഞാൻ മോക്ക് വേണ്ടി ആലോചിക്കത്തുള്ളൂ. അതിലൊരു മാറ്റമില്ല. പറഞ്ഞത് അത് 26ാമത്തെ പേരാക്കി കഴിഞ്ഞാണ്ടല്ലോ ഇവിടുന്ന് ഇപ്പൊ ഞങ്ങൾക്ക് ഇറക്കി വിടാം. അതൊന്നും പറയാനുള്ള അധികാരം നിങ്ങൾക്കില്ല. MP ആ എന്റെ കൂടെ നിൽക്കുന്നത്. MP കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടുത്തെ ആട്ടുംകുട്ടിയും പൂച്ചക്കുട്ടിയൊക്കെ. പിന്നെ അല്ല, പിന്നെ വീട്ടിൽ എന്തൊക്കെയാ വിശേഷം? എന്ത് പറയുന്നു ചേച്ചി? എന്ത് പറയുന്നു ചേച്ചി? ആര് പറയുന്നത്? ഏത് ചേച്ചി? ചേടാ ചേച്ചിയെ, സ്വന്തം ചേച്ചി എന്താ പറയുന്നെന്ന്? എനിക്കതിന് ചേച്ചി ഇല്ലല്ലോ. ചുമ്മാ ഈ ആൾക്കാരെ മുമ്പിൽ വെച്ച് കുഞ്ഞു കുഞ്ഞു പിണക്കമൊക്കെ ഉണ്ടാകുന്നതൊക്കെ സ്വാഭാവികമാണ് എന്ന് പറഞ്ഞ സ്വന്തം സഹോദരിയെ തള്ളി പറയരുത് കേട്ടോ. ആരുടെ ചേച്ചി? അപ്പൊ ആള് മാറി കേറിയതാണ് കേട്ടോ. നിങ്ങൾ ആ ലിസ്റ്റ് ഒന്നുകൂടി പരിശോധിക്കുക. ലിസ്റ്റിലുള്ള ആളാണോ? ഒരു ലിസ്റ്റും അല്ല, എനിക്കറിയാലോ. എന്ത് എന്ത് പറയട്ടെ, 3 മക്കളാ ഇവരുടെ വീട്ടില്. 3 മക്കള്. ആരൊക്കെ? രഞ്ജിനി ഹരിദാസ്, രമ്യ ഹരിദാസ്, രജിൽ ഹരിദാസ് അല്ലേ? അനിയനല്ലേ പിന്നുള്ളത്? അതെ, അനിയൻ കറക്റ്റ് ആണ്. ഈ രഞ്ജിനി ഹരിദാസ് എവിടുന്ന് കേറി വന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആള് മാറി കേറി വന്നാണോ ഇങ്ങോട്ട്? ഈ രഞ്ജിനി ഹരിദാസ് ഇല്ലേ നമ്മുടെ ടിവിയിലൊക്കെ വരുന്നേ, അത് ഇതിന്റെ ചേച്ചിയല്ലേ? അത് ഇതിന്റെ ചേച്ചിയല്ല. അല്ലേ? അപ്പൊ അതും ഹരിദാസാണ്, ഇതും ഹരിദാസാണ്. മറ്റേ രജിലും ഹരിദാസ് ആണല്ലോ. അത് വേറെ ഹരിദാസ്. അത് വേറെ ഹരിദാസ്, ഇത് വേറെ ഹരിദാസ്. ഹരിദാസ്. പുഷ്പ ചേച്ചി തെറ്റി. ഞാൻ പറയട്ടെ, ഇവരുടെ എല്ലാവരുടെ അച്ഛന്റെ പേര് KK ഹരിദാസ് ഒന്നും അല്ല. ഇതൊക്കെ വേറെ 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 മക്കളാ. ആണോ? ആ, തെറ്റിപ്പോയല്ലോ. ഇനി പിന്നെ കുഴപ്പമില്ല. ഏതായാലും എനിക്കൊരു സെൽഫി എടുക്കണം. ഓ, കല്യാണ കാര്യമൊക്കെ ഞാൻ ചെയ്തോളാം. ഒരു സെൽഫി എടുക്കാൻ ഇങ്ങോട്ട് വരാവോ? ഓ, വാ. അതിനെന്താ കുഴപ്പം? ഞാൻ അങ്ങോട്ട് വരണം. ഇങ്ങോട്ട് വാ. ഞങ്ങളൊരു ഫോട്ടോ എടുക്കട്ടെ. എന്റെ ജീവിത പ്രശ്നമാണ്. കൊടുക്കാം. ഒരു സെൽഫി എടുത്തോട്ടെ. നല്ല പയ്യനെ കണ്ടുപിടിച്ചു വെക്കണം കേട്ടോ. അതെ, ഒന്ന് ചേർന്ന് നിൽക്കുമോ? നമ്മൾ ഒരുപാട് വർഷം പരിചയമുള്ളത്. താങ്ക് യു. ഇത് മതി എനിക്ക്.
സത്യത്തിൽ ഞാൻ ഇതിനായി ഇങ്ങോട്ട് വന്നത്. പിന്നെ അത് മാത്രമല്ല മോളെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ MP-യുടെ വലിയ കൂട്ടുകാരിയാ ഞാനെന്നും പറഞ്ഞ എന്റെ നാട്ടിലെ കുറച്ച് തിരിമറി സംഭവമൊക്കെ. തിരിമറി എന്ന് പറഞ്ഞാൽ എനിക്ക് തിരിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിന് അവധി കിട്ടാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞു MP-യുടെ കൂട്ടുകാരിയാ. അപ്പൊ അവര് വിശ്വസിച്ചില്ല. അപ്പൊ ഇന്ന് 2 പലിശക്കാര് വീട്ടിൽ വരും. അപ്പൊ അവരെ കാണിക്കാൻ വേണ്ടി എത്ര കാശ് തിരിമറി? ആ കാശൊക്കെ ഞാൻ കൊണ്ടുപോകാനേ കാശൊന്നും ഇല്ല. ഈ സെൽഫി കാണിക്കാൻ അവര് പൊക്കോളെ. ആ ഫോൺ ഒന്ന് വാങ്ങിയിട്ട് ആ ഫോട്ടോ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കണേ. മിക്ക പൊതുപ്രവർത്തകർക്കും കിട്ടുന്ന ഒരു പണിയാണ്. പൊതുപ്രവർത്തകർക്ക് മാത്രമല്ല, കലാകാരന്മാർക്കും കിട്ടുന്ന പണിയാണ്. നമ്മുടെ കൂടെ നിന്ന് ആരെങ്കിലൊക്കെ സെൽഫി എടുക്കും, അവസാനം ഈ സെൽഫിയൊക്കെ നമ്മളെ തിരിച്ചു കൊത്തും. അതെ, ഇവന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കൊണ്ടുപോകണവന്റെ കാര്യം ആലോചിച്ചു. ചേച്ചിക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സെൽഫി എടുത്ത് അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടും അത് പിന്നെ ഒരു വിവാദമായിട്ടുണ്ടാവും? ഇതുവരെ അങ്ങനെ ഒരു വിവാദത്തിലേക്ക് പോയിട്ടില്ല. പിന്നെ ഇപ്പം പാലക്കാട്, ആലത്തൂര് എന്നൊക്കെ പറയുന്ന അവിടുത്തെ നമ്മുടെ സാധാരണ പൂരമൊക്കെ നടക്കുന്ന ഇടത്തൂടെ പോകുമ്പോൾ നമ്മളെ എടുത്തു വരുന്ന ഒക്കെ സാധാരണക്കാരാണ്. അങ്ങനെ ഒരു വിവാദം സൃഷ്ടിക്കുന്ന ആളുകളൊന്നും ഇന്നുവരെ സെൽഫി എടുത്തതായിട്ട് കണ്ടിട്ടില്ല. ഇനി അറിയില്ല. അത് പിന്നെ നമ്മളോട് സ്നേഹം കൊണ്ടാണല്ലോ അവര് വന്ന് നമ്മളുടെ കൂടെ ഫോട്ടോ എടുക്കും. അപ്പൊ എന്തായാലും മാം വന്നു. മാം നമ്മുടെ തരിപ്പ് കസേരയിലിരുന്നു. ഈ കസേരയുടെ ഗുണഗണങ്ങൾ ഒരുപാട് പേര് അറിഞ്ഞിട്ടുള്ളതാണ്. ഈ കുറി അതിന് അവസരം കിട്ടിയിരിക്കുന്നത് മാമിനാണ്. അതിന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇനി ഉറപ്പായിട്ട് മാമിന് ഒരുപാട് പേര് വിളിച്ചിട്ട് ചോദിക്കും, ശരിക്കും അതിൽ എർത്തുണ്ടോ, ശരിക്കും തരിപ്പുണ്ടോ? ഉത്തരം പറഞ്ഞോ. നോക്കട്ടെ, ഇരുന്ന് നോക്കട്ടെ എന്താണ് നിങ്ങൾ ഒപ്പിച്ചു വെച്ചതെന്ന് അറിയില്ലല്ലോ. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാനുള്ള ഈ ധൈര്യം ഉണ്ടല്ലോ, ആ ധൈര്യത്തിന് നമ്മളൊരു കൈയടി കൊടുക്കണം. അല്ല, മനസ്സ്. നമ്മളൊരു ചെറിയ മത്സരമാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ LED വാളിൽ കുറച്ച് മുഖങ്ങൾ കാണിക്കും. ആ മുഖങ്ങൾ കാണിക്കുന്ന സമയത്ത് ആ മുഖവുമായിട്ട് ബന്ധപ്പെട്ട് മാമിന് പാടാൻ തോന്നുന്ന ഒരു പാട്ട്, അത് ഏത് പാട്ടാണെങ്കിലും പാടാം. ഇത് ലേറ്റ് ആയാൽ ചിലപ്പോൾ എർത്ത് കിട്ടും. അതാണ്, എവിടെ ലാഗ് അടിക്കുന്നു അവിടെ നമ്മൾ എർത്തടിക്കും. തുടങ്ങിയാലോ? അങ്ങനെയാണെങ്കിൽ മത്സരം തുടങ്ങുകയാണ്. ആദ്യത്തെ പടം. കരുണാമയനെ കാവൽ വിളക്കേ കനിവിൻ നാളമേ അശരണരാകും ഞങ്ങളെയെല്ലാം. അത് അദ്ദേഹത്തിന്റെ ഒരു അങ്ങനെയാണല്ലോ അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ. ആദ്യത്തെ ഫോട്ടോയില് തരിപ്പിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുക. കയ്യടി വിജയിച്ചിരിക്കുന്നു. ഇനി അടുത്ത പടം, രണ്ടാമത്തെ ഫോട്ടോ. സുധാകരേട്ടൻ എന്ന് പറയുമ്പം നെഞ്ചിനകത്ത് സുധാകരേട്ടൻ, നെഞ്ചു വീരിച്ച് സുധാകരേട്ടൻ. അതൊന്ന് വൈകിയോണ്ട് മാത്രമാണ് ഇത് കിട്ടിയത്. അത്യാവശ്യമുണ്ട്. ഇനി മൂന്നാമത്തെ പടം. മണിച്ചേട്ടന്റെ പാട്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്, മണിച്ചേട്ടൻ ഞാൻ ഏറ്റവും കൂടുതൽ പാടിയ പാട്ടും, മണിച്ചേട്ടനെ നേരിട്ട് ഞാൻ കാണുമ്പോൾ അദ്ദേഹം പാടിയ പാട്ടും. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ. കാരണം മണിച്ചേട്ടനെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയും. അടുത്ത പടം. ലാലേട്ടന്റെ ഒരുപാട് പാട്ടുകൾ വരുന്നുണ്ട്. പറഞ്ഞ സംസാരിച്ചോണ്ടിരുന്നാ കിട്ടും. ഇന്നലെ എന്റെ നെഞ്ചിലെ തരിപ്പടിച്ചു, ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റൻ മൺവിളക്കൂതിയില്ലേ, കൂരിരുൾക്കാവിന്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ, ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ. ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു പഴയ നാടകഗാനാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ. പൊന്നരിവാളമ്പിളിയില് കണ്ണെറിയും നോളെ, ആ മരത്തിൻ പൂന്തണലില് വാടി നിൽക്കുന്നോളെ. ഒരു പടം കൂടി ഞങ്ങൾ ഇനി കാണിക്കാം. ആ പടത്തിന് കൂടി പാടി കഴിഞ്ഞാല് രക്ഷപ്പെട്ടു. കാരണം ഇത്രയും കുറച്ച് തരിപ്പ് കിട്ടിയ വേറൊരാളില്ല. അതെ. അടുത്ത ഗംഭീരായല്ലോ. ഏത് പാട്ട് ഫണ്ണിയായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ 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 എന്ന ഭാവങ്ങളെ. ഇതിനകത്ത് ഇത്രയും തരിപ്പൊക്കെ കിട്ടിയിട്ടും ഗംഭീരമായിട്ട് പാടിയ നമ്മുടെ പ്രിയപ്പെട്ട MP-ക്ക് എല്ലാവരും കൂടി ചേർന്നിട്ട് ഗംഭീര കയ്യടി.
വെൽക്കം ബാക്ക് ടു റോക്ക് ആൻഡ് റോൾ. നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരം നല്ല തലക്കനമുള്ള കുറെ ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. ആണോ? അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ മത്സരം പ്രധാനമായിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മത്സരത്തിന്റെ പേരെന്താ? ഈ മത്സരത്തിന്റെ പേര് തലക്കനം റൗണ്ട്. അപ്പൊ നമ്മുടെ ഈ തലക്കനം റൗണ്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബാസ്ക്കറ്റിൽ കിടക്കുന്ന ബോളുകൾ ഈ കുഞ്ഞു ബാസ്ക്കറ്റിലേക്ക് ഓരോ ടീമും ഇടും. ആ സൈഡില് മധുരരാജ ടീമിന്റെ ആൾക്കാരുണ്ട്, ഈ ടീമില് ദേവാസുരം ടീമിന്റെ ആൾക്കാരും റെഡിയായി നിൽക്കുകയാണ്. അതെ, അവരുടെ കാലിന്റെ ചുവട്ടിൽ ഒരു മാറ്റ് ഉണ്ട്. ഈ മാറ്റിലൂടെ രണ്ടുപേരും ഇങ്ങനെ നിരങ്ങി അവിടുന്ന് ബോൾ എടുത്ത് തലയിൽ വെച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മൾ മത്സരം ആരംഭിക്കാൻ പോവാണ്. ബോളുകളുമായി ഇതാ രണ്ട് ടീമുകളും ബാസ്ക്കറ്റിലേക്ക്. യെസ്. Your time starts now. അവര് നാളെ രാവിലെ അങ്ങ് എത്തുള്ളൂ. അവരങ്ങനെ തുടങ്ങിയത്. പതുക്കെ പോയാ മതി. ആരാണ് ഒന്നാം സ്ഥാനത്തെത്തുന്നതാരാണ്? ചേച്ചി ഓക്കെയാണ്, പയ്യെ പോയാ മതി. ആമകൾ തമ്മിലുള്ള മത്സരം ഇഴഞ്ഞു നീങ്ങുന്നു. ഉഗ്രൻ മുന്നേറ്റം. ബാസ്കറ്റിലാക്കിയിരിക്കുന്നു. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമോ? കുറച്ചുകൂടെ. എങ്ങാനും ടീം ഒരു ബോൾ കറക്റ്റായിട്ടിരിക്കുന്നു. ഇപ്പോൾ സമാസമം. ബാക്കിലോട്ട് പോകരുത്. റെഡിയാണ്, പോട്ടെ. പതിയെ പോയാ മതി. പതുക്കെ പോയാ മതി. ധൃതി ഒന്നും വേണ്ട, കുഴപ്പമില്ല. പതുക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് രണ്ട് ബോളുകൾ. ഒരു ബോളിന് ഇപ്പോൾ ദേവാസുരം മൊത്തം 3 ബോളുകൾ ബാസ്കറ്റിൽ. പതുക്കെ മതി. അവരങ്ങനെയൊക്കെ പറയും, മൈൻഡ് ചെയ്യരുത്, പയ്യെ പോയാ മതി. നീനു നിക്ക്. ഹർഷ ചേച്ചി ഇട്. ഇനി പുറകോട്ട് അവിടെ അപ്പുറത്ത് പുറകോട്ടിട്. പയ്യെ അവര് മാറ്റിന് പുറത്തുപോയി കാല്. അർജുനന്റെ കാല് മാറ്റിന് പുറത്താണ്. മാറ്റിന് പുറത്താ. അർജുന്റെ ഗോള് പോയി. മാറ്റിന് പുറത്തായിരുന്നു അവര് പറഞ്ഞോണ്ടിരുന്നത്. ഹർഷ ചേച്ചി യാതൊരു കുഴപ്പമില്ല, പയ്യെ പോയാ മതി. അർജുനേട്ടാ ഒരു ഇഴലുമില്ല, പയ്യെ പോയാ മതി. മധുരരാജിയുടെ ഒരു അട്ടിമറി വിജയം. ആദ്യം ഒരാളിട്. ഹർഷ ചേച്ചി ഇട്ടോ.
മാറ്റി മര്യാദയ്ക്ക് കയറണേ. പുറത്തോട്ട് പോട്ടെ, പൊക്കട്ടെ. ആ ബോള് വേണ്ട. അവിടെ പോയി. അപ്പോ ദേവാസുരം 3 പോയിന്റ്. ടീം മധുരരാജ 1 രണ്ട്, 3 എന്നാലും ഒരു കാര്യം ഞാൻ പറയാം, താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും ഈ വിജയത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ വിജയത്തിന്റെ ഒരു മാറ്റു കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം MP നമുക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടും. ഓടേണ്ട ഓടേണ്ട ഓടി തളരേണ്ട ഓമനപ്പൂമുഖം വാടിടേണ്ട ഓമനപ്പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തോരുമ്മ നൽകാം ഓമന ചുണ്ടത്തോരുമ്മ നൽകാം. ആരും ഓടി തളരേണ്ട. എന്തായിരുന്നാലും നമ്മൾ ഓട്ടം തുടരാണല്ലോ, നമുക്ക് അങ്ങനെ തുടരാം. അല്ല, എനിക്ക് ഒരു കാര്യമേ ഉള്ളൂ. ഞാൻ എന്താ വെച്ചാൽ ഞങ്ങള് ഈ മത്സരത്തിൽ ഞങ്ങൾ ജയിച്ചു. അല്ല, അത് ഫസ്റ്റ് ജയിച്ചു. പക്ഷെ പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി. പക്ഷെ പാട്ടിലൊരു പോയിന്റ് ഉണ്ട്. ഓമന ചുണ്ടത്തോരുമ്മ നൽകാം. ആരുമ്മ നൽകും? ആർക്ക് നൽകും? സാധാരണ ഞാനാണ് അത് ഇവിടെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാള്. വേറെ ആരുമില്ല. ആർട്ടിസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ ഉമ്മ വാങ്ങിച്ചിരിക്കുന്ന ഉമ്മച്ചൻ എന്ന് പറയുന്ന ആള് സുക്കുടുവാവയാണ്. ഇങ്ങനെയൊക്കെ പലതും പറയും. എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞു. ഉരുളക്ക് ഉപ്പേരി പോലെ. ഇല്ല അത് നോക്കട്ടെ, അടുത്ത റൗണ്ട് കൂടി വരുമ്പം ജയിക്കോ ഇല്ലയോ നോക്കട്ടെ, എന്നിട്ടാകാം ആലോചിക്കാം. ഒരു റൗണ്ട് കൂടി വരുന്നുണ്ട്. ഞങ്ങൾ റെഡിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ അടുത്ത റൗണ്ടിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുന്നു. അടുത്ത റൗണ്ടിൽ മത്സരിക്കാനായിട്ട് ടീം മധുരരാജയിൽ നിന്ന് മാറിക്കേണ്ടി വരുന്നത് 2 പേർ. ബൈച്ചേട്ടൻ ഇറങ്ങുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഓമന ചുണ്ട് തുമ്മ നൽകുന്ന കാര്യം മാത്രം പറഞ്ഞാൽ പോരാ. മത്സരിക്കാൻ ഇറങ്ങ്. ഇനി ആരാണ്? ഇവിടുന്ന് 2 പേർ ആരൊക്കെയാണ്? മത്സരം കടുത്തു. അതെ, അങ്ങനെയാണെങ്കിലേ ഈ റൗണ്ട് കൂടി കഴിയുമ്പോൾ അറിയാം നമുക്ക് ഇനി ഒരു ഫൈനൽ റൗണ്ട് നടത്തേണ്ടി വരുമെന്ന്. അതെ, കാരണം ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്നത് മധുരരാജയാണ്. ടീം ദേവാസുരം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് 2 പെൺരക്തങ്ങളെ ഇറക്കിയിട്ടുണ്ട്. അതെ, തുടങ്ങിയാലോ? തുടങ്ങാം. ഓക്കെ, ബോൾ വെച്ചോട്. Ready? Your time starts now. ഒരു കുഴപ്പമില്ല, കൂളായിട്ട് മാച്ച് കാലിൽ നിന്ന് പുറത്തു പോകരുത്. വളരെ പതിയാണ് മധുരരാജ ടീം മുന്നോട്ട് പോകുന്നത്. സൂക്ഷ്മമായ നിമിഷം. അതെ, ഹരിത. ഹരിത ആദ്യത്തെ ബോൾ ഇട്ടു. അടുത്ത ഇനി വരതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല. പാല് മാറ്റിന്ന് പോരുത്. Every night in my dream. കുറച്ചും കൂടെ കുറച്ചും കൂടെ ഒരാളിടി.
മധുരരാജ് ഒരു പോയിന്റ്. തല കുനിക്കോ, തല കുനിക്കോ. ആരും പോണില്ല, ഒരു കുഴപ്പമില്ല. രണ്ടുപേരും മാച്ച് ചെയ്ത് പോണില്ല. ഓക്കെ രണ്ട് ബോളും നഷ്ടമായിരിക്കുകയാണ്. അവർക്ക് രണ്ട് ബോളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അടുത്ത ബോളോട് നിങ്ങളുടെ ബോൾ ഇവിടെ വന്നു അത് എടുത്ത് മാറ്റി. പതുക്കെ മതി, അടുത്ത ബോളോട്, അടുത്ത ബോൾ. ക്യാപ്റ്റൻ കിട്ടണില്ല. ഓക്കെയാണ്. പിന്നോട്ട് പോകരുത്. ഇനി ഒരു മീറ്ററേ ഉള്ളൂ, ഒരു മീറ്ററേ ഉള്ളൂ. മെല്ലെ. പോയി. ഇനി ശ്രീജിത്തുണ്ട്. തല ഒരേ നില, ഒരേ നില. അല്ല അവര് പാസ് പോയി കഴിഞ്ഞാൽ പിന്നെ പോയില്ലല്ലോ. ഇത് പോയി കഴിഞ്ഞു വണ്ടി വിട്ടു കഴിഞ്ഞു. അവരുടെ ബോൾ വീണ്ടും പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും ചേട്ടാ പതുക്കെ വരുന്നത് റൈറ്റ് ഒരു ബോൾ പോയി കഴിഞ്ഞു. അനക്കരുത് രണ്ടുപേരും അനക്കരുത്. ഔട്ട് ഔട്ട്. ഇനി ആർക്കും ഇടാനുള്ള ചാൻസ് ഇല്ല. ഇപ്പൊ എന്തായി നോക്കാം നമുക്ക്. കല്ലു മാത്തു, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വിജയം പ്രഖ്യാപിക്കേണ്ട സമയമായിരിക്കുന്നു. രണ്ടാമത്തെ ഈ റൗണ്ടിലെ രണ്ടാമത്തെ മത്സരത്തിൽ 3-3 എന്ന സമനിലയിൽ ഇവർ പിരിഞ്ഞ സ്ഥിതിക്ക് ആദ്യ റൗണ്ടിലെ ആദ്യ മത്സരത്തിലെ വിജയികളായിരിക്കുന്ന മധുരരാജ് തന്നെയാണ് ഇത് ആഘോഷിക്കണ്ടേ? ആഘോഷിക്കണ്ടേ? നമുക്കിത് ആഘോഷിക്കണ്ടേ? വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആഘോഷിക്കാം. ഒരു പാട്ട് വരട്ടെ. മല്ലികയെ ചരിത്രം വഴിമാറും ചിലർ വരുമ്പോൾ എന്ന് പറയാറുണ്ട്. ശരിക്കും ഇവിടെ ചരിത്രം വഴിമാറി കഴിഞ്ഞു. മാം എന്നപ്പോൾ ഒരു ഉത്തരം കൈയടിയോടെ. എന്തൊക്കെയോ തരാം എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അത് കിട്ടുമോ അതല്ല സംശയം വേണ്ട. നിങ്ങൾക്കുള്ള 10,000 രൂപ നമ്മൾ അല്ല 10,000 മാത്രമല്ല, വേറൊരു ഓഫറോടെ പറഞ്ഞിരുന്നു. ഒരു സെക്കൻഡ്. കല്ലൂരും കൊടുത്തു. ചുണ്ടത്തൊരു നൽകാം. അതെ,
ഇത് തന്നെ അധികമാണ്. അതെ അതെ അവിടെ ഇരുന്നു. അത് മാത്രമല്ല ഞാൻ ഒരുപാട് റിസ്ക് എടുത്ത് ഇങ്ങനെ ആക്കിയിട്ടാണ് ഉമ്മ തന്നത്. പക്ഷെ എനിക്ക് ഈ കല്ലു ഇങ്ങനെ മുടിയൊക്കെ കെട്ടിയപ്പോ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ടീം ദേവാസുരത്തിനുള്ള പണിഷ്മെന്റ്. കല്ലു കുറെ ബലൂൺ കുഞ്ഞുങ്ങൾ. അതെ, യെസ്. ഒരു ബക്കറ്റ് നിറച്ച്, ഒന്നല്ല 2 ബക്കറ്റ് നിറച്ച് ബലൂൺ കുഞ്ഞുങ്ങൾ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് പണിഷ്മെന്റിന് വേണ്ടിയിട്ട്. അതെ. അപ്പൊ പണിഷ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാളെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരുത്തിയതിനു ശേഷം ഒരാൾ ഇതിന്റെ മേളിൽ വരും. എന്നിട്ട് 5 ബലൂണുകൾ വരെ ഒരാൾക്കിടാം. ഈ ബലൂൺ അതിന്റെ ഇടയിലൂടെ ചാടി കറക്റ്റ് ആയിട്ട് ഇയാളുടെ തലയിൽ വീണ്ടും പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ യോഗം. അങ്ങനെ പൊട്ടിയില്ലെങ്കിൽ അത് അവരുടെ ഗുണം. ഞങ്ങൾക്ക് വീണ്ടും മത്സരം തന്നെയാണ് പറഞ്ഞത്. മത്സരമല്ല. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം. ഇത് വെറും വെള്ളമല്ല, പിന്നെ ഇതിനകത്ത് ചീഞ്ഞ മുട്ടയുടെ വെള്ളയും ഇതിനകത്ത്. പണി കൊടുക്കാൻ റെഡിയല്ലേ? റെഡി. അപ്പൊ അങ്ങനെയാണെങ്കിൽ പണിഷ്മെന്റ് ഈ കൂട്ടത്തിൽ ആർക്കാണ് ആദ്യം നിങ്ങൾക്ക് കൊടുക്കാൻ? ക്യാപ്റ്റന് കൊടുക്കണം. അർജുനെ, അർജുന് പണിഷ്മെന്റ് കൊടുക്കാൻ ആരാണ് വരുന്നത്? ജൂഹി. ജൂഹി ഒരു ദ്രോഹിയായിട്ട് വരും. ക്യാപ്പ് മാറ്റിക്കൊണ്ടു. അങ്ങനെ അല്ല, ക്യാപ്പ് മാറ്റ്. അല്ല, അത് പോരാണ്. ക്യാപ്റ്റൻ മാത്രം ക്യാപ്പ് മാറ്റുന്നു. ബാക്കി എല്ലാരും വരുമ്പോഴും ക്യാപ്പ് മാറ്റുന്നു. റെഡി? ജ്യൂസ് അടിക്കാൻ അറിയാലോ. 4 5 ദുഃഖഭാരം ചുമക്കുന്ന ഇനി ആര് വേണം? അശ്വതി, ശ്രീത്വ. നീ 2 എടുത്തെറിഞ്ഞ് എറിഞ്ഞു, ഒന്നും പൊട്ടിയില്ല. മതി 5. അടുത്ത വളിപ്പ് കോമഡി പറയുന്ന ആള്. വളിപ്പ് കോമഡി പറയുന്നത് എനിക്ക് വേണ്ടിട്ട് ആ ചാർലി ചാപ്ലിൻ ഇവിടെ വന്നു. എനിക്കറിയാം. ഇല്ല, ഭയങ്കര കോമഡിയാണ്. അത് തരണേ. ഇത് അടുത്ത മോനെ ചെല്ല്. വടകര വെറുതെ എന്ന് ഞാൻ ജലാഭിഷേകം ചെയ്യാൻ പോവാ. അമ്മച്ചികളെ, തേങ്ങ കൊടുക്കണ പോലെയുള്ളത്. 5 അടിപൊളി. സാജൻ സൂര്യ. അല്ല മോനെ, ഞാനാടാ വരുന്നത്. അത് പൊളിക്കരുത്. അല്ല, ഇത് നല്ല സ്ട്രോങ് അല്ല കേട്ടോ. ഇത് മുഴുവൻ ആർക്കുള്ള പണിഷ്മെന്റ് ആണ്? സ്വന്തം ടീമിനെ ഇറങ്ങി ക്യാപ്റ്റൻ. നമ്മൾ ഏത് സ്ഥലത്ത് ചെല്ലുമ്പോഴും ആ സ്ഥലത്തിന്റെ ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവമായിട്ട് പൊരുത്തപ്പെട്ടു പോവുക എന്ന് പറയുന്നത് ഒരു വലിയ കഴിവാണ്. ആ കഴിവ് ഏറ്റവും നന്നായിട്ടുള്ള ഒരാളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ സ്വന്തം MP.
ഒക്കെ നിങ്ങളെല്ലാം നമ്മൾ ദിവസവും വീട്ടിൽ സിറ്റ് ഔട്ടിൽ എത്തുന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും. അപ്പൊ നമുക്കൊരു എന്താ പറയാ ഒരു അപരിചിത്വം ഇതിനകത്ത് തോന്നിയിട്ടില്ല. അപ്പൊ എല്ലാവരും ഒരു വീട്ടിലെ അംഗങ്ങളെ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് എംബിയോട് ഒരു കാര്യം ചോദിക്കണം. എന്താ സിറ്റ് ഔട്ടിലാണോ ടി വി വെച്ചേക്കുന്നത്? സ്വീകരണ മുറി എന്ന് പറഞ്ഞപ്പോഴേ ഒന്ന് ചേഞ്ച് ആയി പോയി. രാഷ്ട്രീയത്തിലേക്ക് വരാം, എല്ലാ ഇതും ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എന്താണ് പ്രേക്ഷകരോട് മാമിന് പറയാനുള്ളത്? എന്തായാലും കോവിഡിന്റെ പ്രതിസന്ധി മാറി ഈ ഒരു ഷോ വീണ്ടും ആരംഭിക്കുവാൻ സാധിച്ചതിൽ ഒരു അതിയായ സന്തോഷം കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ്. റോക്ക് ആൻഡ് റോൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ മാത്തുവും കല്ലും മികച്ച രീതിയിൽ അവതരണവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഒക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളായിട്ടും കലാകാരന്മാരായിട്ടും ഇത്രയൊക്കെ കലയുള്ള ആളുകളെയൊക്കെ ഈ ഫ്ലോറിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ്, അതേപോലെ തന്നെ ഈ പ്രോഗ്രാമിന്റെ ഓർഗനൈസർ, എല്ലാവരോടും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ചരിത്രം വഴിമാറി ഈ എപ്പിസോഡിന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാതിരിക്കാൻ സമയമായിരിക്കുന്നു. ഒരു ഉഗ്ര പാട്ട് വേണ്ടേ? വിരാജപ്പെട്ട മാനിനങ്കരെ എള്ളുള്ളേരി എള്ളുള്ളേരി മാനിനങ്കരെ വിരാജപ്പെട്ട മാനിനങ്കരെ